നമസ്കാരം. ബേസിക്സ് ഇൻ വെബ് ഡെവലപ്മെന്റ് എന്ന സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്കുള്ള സ്വാഗതം. ഇന്ന് നമ്മൾ വെബ് സെർവറുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എങ്ങനെയാണ് ഒരു വെബ് സെർവർ വർക്ക് ചെയ്യുന്നത്, പ്രധാനപ്പെട്ട വെബ് സെർവറുകൾ എന്തൊക്കെയാണ് എന്ന കാര്യങ്ങളായിരിക്കും നമ്മൾ നോക്കുന്നത്. ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ഒരു വെബ് സെർവർ? അതായത് കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ സംസാരിച്ചു ഒരു ബ്രൗസർ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മളൊരു URL എൻട്രി ചെയ്യുന്നു, ആ URL സെർവറിലേക്ക് പോകുന്നു, ആ URLൽ എന്തൊക്കെ ഫയലുകളാണുള്ളത് അത് റിട്രീവ് ചെയ്ത് ബ്രൗസറിലേക്ക് വരുന്നു. ബ്രൗസർ ആ ഫയലിൽ എഴുതിയിരിക്കുന്ന രീതിയിൽ ബ്രൗസറിൽ കാണിക്കുന്നു, യൂസറിന് കാണിക്കുന്നു. അപ്പോൾ ഇതിൽ മെയിനായിട്ടും വരുന്ന ഒരു കമ്പ്യൂട്ടറാണ് സെർവർ. അതായത് ഇപ്പോൾ ഒരു URL പാസ് ചെയ്തതിന് ശേഷം ചെന്നെത്തിപ്പെടുന്ന കമ്പ്യൂട്ടറിനെയാണ് വെബ് സെർവർ എന്ന് പറയുന്നത്. ആ ഒരു കമ്പ്യൂട്ടറായിരിക്കും ബ്രൗസറുകൾക്ക് വേണ്ട ഡാറ്റ ഷെയർ ചെയ്യുന്നത്. ഈ ഫയലുകളെല്ലാം സേവ് ചെയ്തിരിക്കുന്നത് ഈ സെർവറുകളിലായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് ഒരു വെബ് സെർവർ. നമ്മുടെ വെബ്സൈറ്റിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ വെബ് സെർവറിലായിരിക്കും. അവിടെ നിന്നായിരിക്കും നമുക്ക് വേണ്ട ഡാറ്റകളൊക്കെ കിട്ടുന്നത്. എങ്ങനെയാണ് വെബ് സെർവർ പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ട് അത്രേ ഉള്ളൂ. വെബ്സൈറ്റിന് വേണ്ട കാര്യങ്ങൾ കൊടുക്കുന്ന ഒരു കമ്പ്യൂട്ടറാണ് വെബ് സെർവർ. അത് കൊടുക്കുന്നതിനൊപ്പം തന്നെ വേറെ എങ്ങനെയാണ് അതിൻ്റെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ സംസാരിക്കുന്നത്. ബ്രൗസർ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു, ആ റിക്വസ്റ്റിന് വേണ്ട റെസ്പോൺസ് സെർവറിൽ നിന്നും സെർവ് ചെയ്യുന്നു. സെർവ് ചെയ്യുമ്പോഴോ റിക്വസ്റ്റ് കിട്ടുമ്പോഴോ സംഭവിക്കുന്ന എററുകൾ ബ്രൗസറിന് കൊടുക്കുന്നു. ഇതൊക്കെ സംഭവിച്ചു എന്ന് ലോഗ് ചെയ്യുന്നു. ഇത് എല്ലാം ചെയ്യാവുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് 5 സ്റ്റെപ്പ്. ഓക്കെ, റിക്വസ്റ്റ് റിസീവ് ചെയ്യുക, റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യുക, അതിന്റെ റെസ്പോൺസ് ബ്രൗസറിലേക്ക് സെൻഡ് ചെയ്യുക, ഇതിൽ എററുകൾ ഹാൻഡിൽ ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്ന് ലോഗ് ചെയ്യുക, പിന്നെ വന്നിരിക്കുന്ന റിക്വസ്റ്റുകളുടെ ലോഡ് പ്രകാരം അത് മാനേജ് ചെയ്യുക. ഇതാണ് 5 സ്റ്റെപ്സുകൾ. ഓക്കെ, ഓരോ സ്റ്റെപ്സും നമുക്കൊന്ന് ഡീപ്പായിട്ട് ചെക്ക് ചെയ്യാം. റിസീവിംഗ് റിക്വസ്റ്റ്സ്. ഈ ഒരു സെക്ഷനിൽ ബ്രൗസറിൽ നിന്നും സെർവറിലേക്ക് കൊടുക്കുന്ന റിക്വസ്റ്റുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. HTTP പ്രോട്ടോക്കോളുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ബ്രൗസറിൽ നിന്നും സെർവറിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുക. തിരിച്ചും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ HTTP റിക്വസ്റ്റുകളിൽ നമ്മൾ എന്തൊക്കെയായിരിക്കും കൊടുക്കുന്നത്, നമുക്ക് ആ വെബ്സൈറ്റിന് എന്തൊക്കെയാണോ വേണ്ടത് അതിൻ്റെ ഒരു ലിസ്റ്റായിരിക്കും നമ്മൾ ഈ റിക്വസ്റ്റിൽ കൊടുക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് വേണ്ട ആക്സസ് ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്ന കാര്യങ്ങളും നമ്മൾ ഈ റിക്വസ്റ്റിൽ ഷെയർ ചെയ്ത് കൊടുക്കും. ഇവിടെ ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്നത് URL ഷെയർ ചെയ്ത് കൊടുക്കും, കുക്കികൾ, പിന്നെ ഒതൻറ്റിക്കേഷൻ ക്രെഡൻഷ്യൽസ്. ഒതൻറ്റിക്കേഷൻ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞാലാണ് നമ്മൾക്ക് വേണ്ട കാര്യങ്ങൾ തന്നെയാണോ അല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്ന, അതായത് നമ്മൾ വേണമെന്ന് പറയുന്ന കാര്യങ്ങൾ കിട്ടാൻ അർഹതയുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിൻ്റെ കുറച്ച് വാല്യൂകളുണ്ട്. ആ വാല്യൂകളിനെയാണ് ഒതൻറ്റിക്കേഷൻ ക്രെഡൻഷ്യൽസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്ത് തരം കണ്ടൻ്റാണ് വേണ്ടത്, ഇതേപോലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ URL, കുക്കികളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് കുക്കികളെ കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ഇതാണ് മെയിനായിട്ട് ബ്രൗസറിൽ നിന്നും സെർവറിലേക്ക് പോകുന്ന കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. വെബ് സെർവറിൻ്റെ ആദ്യത്തെ ഫേസാണ്
ബ്രൗസറിൽ നിന്നും സെർവറിലേക്ക് പോകുന്ന റിക്വസ്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഫസ്റ്റത്തേത്. പ്രോസസ്സിംഗ് റിക്വസ്റ്റ്. ഈ ഒരു സെക്ഷനിലായിരിക്കും നിങ്ങൾ അയച്ചിരിക്കുന്ന റിക്വസ്റ്റുകൾ ചെക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണം എടുക്കാം, URL, ഒതൻറ്റിക്കേഷൻ ക്രെഡൻഷ്യൽസ്, കണ്ടൻറ്റ്, ഈ 3 കാര്യങ്ങളാണ് സെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും വെബ് സെർവർ ചെക്ക് ചെയ്യും നിങ്ങൾക്ക് ഏത് URL ഡാറ്റയാണ് വേണ്ടത്, നിങ്ങൾ തന്നിരിക്കുന്ന ഒതൻറ്റിക്കേഷൻ ക്രെഡൻഷ്യൽസ് ഒറിജിനലാണോ, കണ്ടൻറ്റുകൾ നമ്മളുടെ കയ്യിലുണ്ടോ എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പ്രോസസ്സ് ചെയ്യുന്നത്, ചെക്ക് ചെയ്യുന്നത് ഇവിടെ വെച്ചായിരിക്കും. ആ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുക. ഇപ്പോൾ ഒതൻറ്റിക്കേഷൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ഡാറ്റ, അതായത് ഒതൻറ്റിക്കേഷൻ ക്രെഡൻഷ്യൽ ഷെയർ ചെയ്തിരിക്കുന്നത് ഓക്കെയാണ്, വേണ്ട അതോറിറ്റി നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട പേജിൻ്റെ കണ്ടൻറ്റുകളൊക്കെ ഹോസ്റ്റിംഗ് സ്പേസിൽ നിന്നും ഡാറ്റ എടുത്തു വെക്കുക, റെഡിയാക്കി വെക്കുക, തന്നിരിക്കുന്ന റിക്വസ്റ്റുകൾ പ്രോസസ്സ് ചെയ്ത് വെക്കുക. അതായിരിക്കും ഈ ഒരു സ്റ്റേജിൽ സംഭവിക്കുന്നത്. സെർവിങ് കണ്ടൻറ്റ്. ഈ ഒരു സ്റ്റേജിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ, പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന വാല്യൂകളെല്ലാം ബ്രൗസറിലേക്ക് കൊടുക്കുന്നത്. ഇപ്പോൾ സെർച്ച് ചെയ്യാനുള്ള പേജിൻ്റെ കണ്ടൻറ്റാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, സെർവറിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും സെക്കൻഡ് സ്റ്റേജിൽ. അപ്പോൾ ആ സെക്കൻഡ് സ്റ്റേജിൽ പ്രിപ്പയർ ചെയ്ത റെഡിയാക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ബ്രൗസറിലേക്ക് അയക്കുന്നത് സെർവിങ് കണ്ടൻറ്റ് എന്നുള്ളൊരു സ്റ്റേജിലായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ HTTP പ്രോട്ടോക്കോൾ വെച്ചിട്ടായിരിക്കും ഈ കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത്. HTTP റെസ്പോൺസ് ആയിട്ടായിരിക്കും സെർവറിൽ നിന്നും ക്ലയൻറ്റിലേക്കുള്ള ഒരു വെബ് ബ്രൗസറിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുക. ഇതിൽ HTTP ഹെഡറുകൾ, സ്റ്റാറ്റസ് കോഡുകൾ, പേലോഡ്, ഇതേപോലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് HTTP റെസ്പോൺസ് എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇല്ല മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ വേറൊരു വീഡിയോയിൽ അതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് പറഞ്ഞ് വെച്ചേക്കാം. ഇപ്പോൾ സെർവിങ് കണ്ടൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവറിൽ നിന്നും ബ്രൗസറിലേക്കുള്ള കമ്മ്യൂണിക്കേഷനെയാണ് സെർവിങ് കണ്ടൻറ്റ് എന്ന് പറയുന്നത്. വേണ്ട കണ്ടൻറ്റ് സെർവ് ചെയ്യുക, അതാണ് അവിടെ സംഭവിക്കുന്നത്. ഹാൻഡ്ലിങ് എറർ. ഈ ഒരു സെക്ഷനിലായിരിക്കും നമ്മൾ പാസ് ചെയ്ത റിക്വസ്റ്റിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ ആ റിക്വസ്റ്റിന് റെസ്പെക്റ്റീവായിട്ടുള്ള റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ ഇടയിൽ എന്തെങ്കിലും തടസ്സങ്ങൾ വന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു സെക്ഷനിലായിരിക്കും. നേരത്തെ ഒരു ഉദാഹരണത്തിൽ പറഞ്ഞല്ലോ നമ്മൾ ഒതൻറ്റിക്കേറ്റ് ചെയ്യുന്ന കാര്യം. ഇപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്ന പേജിന് നിങ്ങൾ ഒതൻറ്റിക്കേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഗൂഗിളിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് മാത്രം ആക്സസ് ചെയ്യാവുന്ന ഒരു സ്ക്രീനാണ് നിങ്ങൾ URL വഴി റിക്വസ്റ്റിൽ പാസ് ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കാണാൻ കഴിയില്ല. അത് ഹാൻഡിൽ ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. അതെങ്ങനെയായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്? ഈ ഒരു ഇതിൽ തന്നെ പറയുന്നുണ്ട്, 404 നോട്ട് ഫൗണ്ട്, 500 ഇൻറ്റേർണൽ സെർവർ എറർ. ഇങ്ങനെയായിരിക്കും എറർ സെർവറിൽ നിന്നും ബ്രൗസറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. 404 എന്നുള്ളതൊരു സ്റ്റാറ്റസ് കോഡാണ്, 500 എന്നുള്ളതും ഒരു സ്റ്റാറ്റസ് കോഡാണ്. അപ്പോൾ ഇതുപോലെ ജനറിക് ആയിട്ട് കുറച്ച് സ്റ്റാറ്റസ് കോഡുകളും അതിൻ്റെ മീനിങ്ങും ഉണ്ട്. ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്യാം. ലോഗിങ്. ഇവിടെയാണ് ഒരു സെർവറും ബ്രൗസറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഹിസ്റ്ററി ഉണ്ടാവുക. ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണ് ലോഗ് ചെയ്യുക എന്ന് പറയുന്നത്. ഏത് സമയത്താണ് നിങ്ങളൊരു റിക്വസ്റ്റ് സെൻഡ് ചെയ്തത്, ആ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് റിക്വസ്റ്റിൽ ആവശ്യപ്പെട്ടത്, ഏത് IP-യിൽ നിന്നാണ് നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്തത്, ഇതേപോലെയുള്ള കാര്യങ്ങൾ ലോഗ് ചെയ്യുന്നതിനെയാണ് ലോഗിങ് എന്നുള്ള ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിസ്റ്ററി മനസ്സിലാക്കുക. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു ഹാക്കർ വന്ന് ഹാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെയുള്ള ലോഗ്സ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ലോഗിങ്, എറർ ഹാൻഡ്ലിംഗ് ഒക്കെയാണ് വെബ് സെർവറിൽ വരുന്ന മെയിനായിട്ടുള്ള ഒരു ടോപ്പിക്കുകൾ. ലോഗിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്.
സെർവറിൽ നിങ്ങൾ എന്തൊക്കെ ആക്ഷൻസ് ആണോ പെർഫോം ചെയ്യുന്നത് അതെല്ലാം ഹിസ്റ്ററി രൂപത്തിൽ സേവ് ചെയ്ത് വെക്കും, ലോഗ് ചെയ്ത് വെക്കും. അതാണ് ഈ ഒരു സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. സ്കെയിലിംഗ് ആൻഡ് ലോഡ് ബാലൻസിങ്. ആ പേര് ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഒരുപാട് ലോഡ് നിങ്ങളുടെ സെർവറിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനൊക്കെ കുറിച്ചായിരിക്കും ഈ ഒരു മോഡ്യൂളുകൾ പറയുക. പെട്ടെന്ന് നിങ്ങളുടെ വെബ്സൈറ്റിൽ, അതായത് ഇപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ എടുക്കാം. ഗൂഗിൾ സെർച്ചിൽ ഈ ലോകമെമ്പാടും ഒരേ സമയത്ത് ഒരുപാട് റിക്വസ്റ്റുകൾ, ഒരുപാട് സെർച്ചുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു വെബ്സൈറ്റാണ്. എല്ലാം കൂടെ ഒരു സെർവറിലേക്ക് വരുമ്പോഴത്തേക്കും ആ ലോഡും ചിലപ്പോൾ സെർവറിന് താങ്ങാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ സെർവർ ഒന്നെങ്കിൽ ഓഫായി പോവും, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതായി പോവും. അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് ലോഡ് വന്നു കഴിഞ്ഞാൽ അത് പല സെർവറുകളിലായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക, ലോഡ് ബാലൻസ് ചെയ്ത് കൊടുക്കുക. അതാണ് ഒരു സ്റ്റേജ്. സ്കെയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്കെയിൽ അപ്പ് ചെയ്യുക, സ്കെയിൽ ഡൗൺ ചെയ്യുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. വരുന്ന റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത സെർവറിൻ്റെ സ്പെസിഫിക്കേഷൻസ് ആഡ് ചെയ്യുക, അത് ഹാൻഡിൽ ചെയ്യുന്നതിനെയാണ് സ്കെയിലിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷെയർഡ് ആയിട്ടുള്ളൊരു വെബ് സെർവറാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി വെബ് സെർവറുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു തേർഡ് പാർട്ടി ടീമിൽ നിന്നാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം അവർ തന്നെ ഈ ലോഡ് ബാലൻസിങ്ങും സ്കെയിലിങ്ങും അവർ തന്നെ മാനേജ് ചെയ്തോളും. നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിലൊന്ന് സെറ്റപ്പ് ചെയ്യേണ്ട കാര്യമേ ചിലപ്പോൾ ഉണ്ടാവുകയുള്ളൂ. അതല്ല, നമ്മളുടെ പ്രൈവറ്റ് സെർവറിലാണ് നമ്മളുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ ആപ്ലിക്കേഷനോ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഇതെല്ലാം മാനുവലി നമ്മൾ തന്നെ മാനേജ് ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വെബ് സെർവറിൻ്റെ പ്രധാനപ്പെട്ട ജോലി. വെബ് ബ്രൗസറിൽ നിന്നും വരുന്ന റിക്വസ്റ്റുകൾ അതിൻ്റേതായ രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ആ റിക്വസ്റ്റിന് വേണ്ട റെസ്പോൺസ് ഫെച്ച് ചെയ്തെടുത്ത് അത് സെർവ് ചെയ്ത് കൊടുക്കുക. ഇത്രയും പ്രക്രിയക്കിടയിൽ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കുക. ഇത്രയും കാര്യങ്ങൾ നടന്നു എന്ന് ലോഗ് ചെയ്യുക. ഇതൊക്കെ താങ്ങുന്നതിലും കൂടുതലാണെങ്കിൽ അത് മാനേജ് ചെയ്യുക. ഇത്രയും ആണ് വെബ് സെർവറിൽ കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന വെബ് സെർവറുകളെ കുറിച്ച് സംസാരിക്കാം. അപ്പാച്ചെ HTTP സെർവർ, എൻജിങ്സ്, മൈക്രോസോഫ്റ്റ് IIS, ലൈറ്റ് സ്പീഡ്, ഗൂഗിൾ വെബ് സെർവർ, ഇതുപോലുള്ള ഒരുപാട് വെബ് സെർവറുകളുണ്ട്. എല്ലാം ചെയ്യുന്ന കാര്യങ്ങൾ ഇതേപോലെ തന്നെ ആയിരിക്കും, പക്ഷേ അവരുടേതായ രീതിയിൽ ചില അഡീഷണൽ കാര്യങ്ങളും കൂടി ഉണ്ടാവും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഇതൊരു ചെറിയ ടോപ്പിക്കാണ് വെബ് സെർവർ എന്നുള്ളത്, പക്ഷെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് വെബ് ഡെവലപ്മെന്റിൽ. അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അഡീഷണലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കൂടി ഇതിൽ അറിയണമെന്നുണ്ടെങ്കിൽ അതും കൂടി കമന്റ് ചെയ്യുക. ഞാനതെങ്ങനെയെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. നന്ദി.